പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഹമാസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ പാതയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം ഈ 20 ഇന പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളും വിഷയത്തിൽ ഉയരുന്നുണ്ട്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ഇനി അറിയേണ്ടത് ഈ 20 ഇന നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണമാണ്. ഒപ്പം ഈ 20 ഇന നിർദ്ദേശങ്ങളിൽ വ്യക്തതയില്ല എന്ന ആക്ഷേപവും ഉണ്ടല്ലോ. അഭിലാഷ്, ട്രംപ് ഇപ്പോൾ ഈ പദ്ധതി അംഗീകരിക്കുന്നതിനായി ഹമാസിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 3-4 ദിവസത്തിനകം ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഹമാസ് ഇത് പ്രായോഗിക തലത്തിൽ അംഗീകരിക്കുന്ന ഒരു രീതി തുടക്കത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയൊരു വിശദ പരിശോധനയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കും. പക്ഷേ ഈ പദ്ധതിയെ അംഗീകരിക്കുന്ന ഇസ്രായേൽ പോലും ഇതിലെ 19ാമത്തെ ക്ലോസ് അംഗീകരിക്കാൻ ഒരു വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട്. 19ാമത്തെ ക്ലോസ് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് പാലസ്തീന് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവിയിലേക്കുള്ളൊരു മാറ്റത്തിന് ഉള്ളൊരു വഴിവെക്കൽ ഉണ്ടാകണം. അതുപോലെ ഇസ്രായേലിൻ്റെ സ്വയം നിർണയ അവകാശവും പാലസ്തീൻ്റെ സ്വയം നിർണയ അവകാശവും പതുക്കെ അവർക്ക് നൽകണം എന്നതാണ്. ഏതായാലും അത് ഇസ്രായേൽ തുടർന്നും എതിർക്കും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഇത് ആദ്യം ഹമാസ് അംഗീകരിക്കട്ടെ, എന്നിട്ട് പിന്നീട് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിപുലമായി ചർച്ച ചെയ്യാം എന്ന നിലപാടിലാണ്. അപ്പോൾ തുടക്കത്തിൽ ട്രംപിൻ്റെ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്ന ഇസ്രായേൽ പറയുന്നു. ഇന്ത്യ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്വീറ്റിനോടും ഇസ്രായേൽ ഒരു ക്രിയാത്മക പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ പ്രത്യേക ദൂതൻ റെവൻ അസർ ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ അത് ഉറ്റുനോക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പീസ് ബോർഡ് നിലവിൽ വരും എന്നാണ് ഈ കരാർ പറയുന്നത്. അങ്ങനെ വന്നാൽ അതിൻ്റെ തലവൻ ട്രംപും ഒപ്പം ടോണി ബ്ലെയറും ഒക്കെ ആയിരിക്കും. മുൻ യു കെ പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറും ഒക്കെ ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. അങ്ങനെ സമാധാനപരമായ ഒരു ട്രാൻസിഷൻ ഗവൺമെൻറ്റായി അവർ പ്രവർത്തിക്കുകയും ആ ഒരു കാലഘട്ടത്തിന് ശേഷം അവിടുത്തെ ജനങ്ങളിലേക്ക് അധികാരം നൽകുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു സമാധാനത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ് എന്ന തരത്തിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നെന്ന് വിവരങ്ങൾ വരുന്നു. അല്പം മുമ്പാണ് അവിടെ നിരവധി ലഘുലേഖകൾ വിമാനമാർഗം എത്തി ആളുകളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഘുലേഖകൾ ഗാസ സിറ്റിയിൽ ഇടുന്നു. ആ വ്യോമമാർഗം അവിടേക്ക് വിതരണം ചെയ്യുന്നു. ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. ഗാസ സിറ്റി ഹമാസിൻ്റെ അവസാനത്തെ ആശയമാണ്, അത് പിടിച്ചടക്കണം എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്ത്യശാസനം എന്ന നിലയിൽ കൂടിയാണ് ഇസ്രായേൽ ഈ കരാറിനെ അംഗീകരിക്കുന്നത്. അതായത് ഇനിയും ഇത് അംഗീകരിക്കുന്നില്ല, വെടിനിർത്തലിനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾ ഒരുക്കി നൽകുകയാണ്, പക്ഷേ ഹമാസ് നിരായുധീകരിക്കണം എന്ന ആവശ്യവും കൂടി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ്.